ലക്ഷറി ക്രൂയിസ് ട്രാവലിംഗ് ആണ് ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ എവിടെ ഇരിക്കുന്നതെന്ന് അറിയോ? ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയയിലാണ്, ഈ നെഫ്രിറ്റിറ്റിയുടെ ബാർ ഏരിയയിലാണ്. നമ്മൾ കൊച്ചിയിൽ വന്നിട്ടുള്ള എല്ലാ ആൾക്കാരും ഒരിക്കലെങ്കിലും പോയിട്ടുള്ള നമ്മുടെ ഫോർട്ട് കൊച്ചി ഏരിയയുടെ ആ വാക്ക് വേ ആണ് ഈ കാണുന്നത്. നിങ്ങൾക്കറിയാമോ ഈ കൊച്ചി കായലിനകത്ത് ഡോൾഫിൻ ഉള്ളത്? എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇന്നൊരു 2 ഡോൾഫിനെ കണ്ടു. നമ്മളിപ്പോ ഏകദേശം ഡീപ് സീ എത്ര കിലോമീറ്റേഴ്സ് ഉള്ളിലേക്കാണ്? 12 മൈൽസ് ഉള്ളിലേക്കാണ്. നമ്മൾ 25 മൈൽസ് വരെ പോവോ? ഇല്ല, 12 മൈൽസ് ആ ഫെയർവേ ഇരിക്കുന്ന ഒരു 12 മൈൽസ് പ്ലസിലാണ്. നമ്മൾ അവിടെ വരെ പോകും. 25 പേർക്ക് കപ്പാസിറ്റി ഉള്ള ഒരു തിയേറ്റർ ആണ് ആക്ച്വലി ഇത്, ഒരു മിനി തിയേറ്റർ. അപ്പോൾ ഇതാണ് നമ്മുടെ കിഡ്സ് പ്ലേ ഏരിയ എന്ന് പറയുന്ന ഒരു ഏരിയ. ഞാനിന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം, എൻ്റെ 10-30 വർഷത്തിനിടയ്ക്ക് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം, ഒരു ലക്ഷറി ക്രൂയിസ് ട്രാവലിംഗ് ആണ് ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കേരള സ്റ്റേറ്റ് ഇൻലൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ നെഫ്രിറ്റിറ്റി എന്ന് പറയുന്ന ലക്ഷറി ക്രൂയിസിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര, നമ്മുടെ ഇന്നത്തെ ദിവസം. അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കം ലെറ്റ്സ് ഗോ. പലതരത്തിലുള്ള എക്സ്പീരിയൻസുകൾ എന്ന് പറയുന്നത് നമ്മളൊക്കെ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ? അപ്പോൾ അത്തരത്തിൽ ഞാൻ ഒരുപാട് കാലത്ത്, അല്ലെങ്കിൽ എന്നെ പോലെ ഒരുപാട് പേർ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ക്രൂയിസ് ബോട്ടിൽ യാത്ര ചെയ്യുക. അതും ഒരു ലക്ഷറി ആണെങ്കിൽ ഡബിൾ ഹാപ്പിനെസ്, അങ്ങനെയൊക്കെ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ക്രൂയിസിനകത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ ആദ്യത്തെ ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ഒരു ഐസ് ബ്രേക്കിംഗ് ആണ്. കാരണം പലയിടത്തു നിന്നുള്ള പലതരത്തിലുള്ള ആളുകളാണ് നമ്മളിന്ന് ഒരുമിച്ച് അടുത്ത ഒരു 4-5 മണിക്കൂർ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടിയുള്ള ഒരു ഐസ് ബ്രേക്കിംഗ് സെഷനാണ് അകത്ത് നടക്കുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. എല്ലാവരും ആ പരിപാടികൾക്ക് ശേഷം അടുത്തടുത്ത എൻ്റർടൈൻമെൻറ്റുകളിലേക്കായിട്ട് അടുത്തടുത്ത സോഡുകളിലേക്കൊക്കെ പോയി. ഇത് നെഫ്രിറ്റിറ്റി, അതായത് ഒരു ഈജിപ്ഷ്യൻ പേരുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് തന്നെ ഫറവോമാരും ഈജിപ്ഷ്യൻ രാജാക്കന്മാരും രാജ്ഞിമാരും ആരണ്ടൊക്കെയാണ് ഇവിടെയൊക്കെ ഇരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ 3 മാസങ്ങളിൽ കടലിലൂടെ സെയിൽ ചെയ്യില്ല. പക്ഷെ ആ സമയത്തും നമുക്ക് ഈ ഒരു ഏരിയ, നമ്മുടെ ഒരു കോൺഫറൻസോ അല്ലെങ്കിൽ ചെറിയ ഫങ്ഷൻസോ ഒക്കെ നടത്താൻ പറ്റുന്ന ഈ ഒരു ഏരിയയെ വളരെ ഫലപ്രദമായി യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ പാർട്ടികൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ഫങ്ഷൻസ് അങ്ങനെയൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 200 പാക്സിന് സൗകര്യങ്ങളുള്ള ഈ ഒരു ഏരിയ നമുക്ക് റെൻ്റ് എടുക്കാവുന്നതാണ്. എവിടെ ഇരിക്കുന്നതെന്ന് അറിയോ? ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയയിലാണ്, ഈ നെഫ്രിറ്റിറ്റിയുടെ ബാർ ഏരിയയിലാണ്. കേരള ഗവൺമെന്റിന്റെ ബാർ ലൈസൻസ് ഉള്ള ഏക വെസലാണ് നെഫ്രിറ്റിറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ താരതമ്യേന കുറച്ച് തിരക്ക് കൂടുതലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കിഡ്സ് പ്ലേ ഏരിയ എന്ന് പറയുന്ന ഒരു ഏരിയ. അതായത് നമ്മുടെ കുട്ടികൾ, നമ്മൾ ഫാമിലി ആയിട്ട് വരുമ്പോഴത്തേക്കും കുട്ടികൾക്ക് കുറേ നേരം ഇരുന്ന്, എത്ര നേരം എന്ന് പറഞ്ഞിട്ടുണ്ടോ കുട്ടികളോട് സീ കാണാൻ പറയുക, എത്ര നേരം ഭക്ഷണം കൊടുത്തോണ്ടിരുത്തുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഡോണ്ട് വറി, ഇങ്ങനെയുള്ളൊരു ഫെസിലിറ്റിയും കൂടെ ഇവിടെ ഉണ്ട്. അവർക്ക് അവരുടേതായ എന്തെങ്കിലും ഗെയിം, ബോർഡ് ഗെയിംസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കളിക്കാം. അതല്ല അവർക്ക് ഇഷ്ടം എന്ന് പറയുന്നത് ടെലിവിഷൻ ഗെയിമുകളാണെങ്കിൽ അല്ലെങ്കിൽ പ്ലേ സ്റ്റേഷൻ ഗെയിമുകളാണെങ്കിൽ ഇവിടെ ചെയ്യാം. അങ്ങനെ എല്ലാത്തിനും ഉള്ളൊരു ഫെസിലിറ്റി ഈ ഒരു നെഫ്രിറ്റിറ്റി ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്.
കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ കണ്ടിരുന്നു. അപ്പൊ ചിലപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകാം, മുതിർന്നവർ എത്ര നേരം എത്ര മണിക്കൂറാണ് ഒരു കടൽ കാണുക അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് DJ ആസ്വദിക്കുക എന്നൊക്കെയുള്ള ഒരു ചോദ്യം. അതിനും വഴിയുണ്ട്. 25 പേർക്ക് കപ്പാസിറ്റി ഉള്ള ഒരു തിയേറ്റർ ആണ് ആക്ച്വലി ഇത്, ഒരു മിനി തിയേറ്റർ. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും കാണാൻ ആഗ്രഹിച്ച സിനിമ, സമയക്കുറവ് കൊണ്ട് കാണാൻ പറ്റാതിരുന്ന സിനിമകൾ ഇവരോട് പറഞ്ഞാൽ മതി. ആ സിനിമ നമുക്ക് 2.5 മണിക്കൂർ വളരെ ആസ്വദിച്ചിരുന്ന് കാണാം. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയധികം സൗകര്യങ്ങളുള്ള കേരളത്തിലെ ഏക ലക്ഷറി ക്രൂയിസ് ആണ് നെഫർട്ടിറ്റി. നിങ്ങൾക്കറിയാമോ ഈ കൊച്ചി കായലിനകത്ത് ഡോൾഫിൻ ഉള്ളത്? എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇന്നൊരു 2 ഡോൾഫിനെ കണ്ടു. പക്ഷെ ഞങ്ങൾ ആ കണ്ട് മനസ്സിലാക്കി ക്യാമറയൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും ഡോൾഫിൻ്റെ വഴിക്ക് പോയി. ആ 2 പേരെ ഞാൻ ആദ്യമായിട്ടാണ് കൊച്ചി കായലുണ്ടെന്നുള്ള സത്യം എൻ്റെ കണ്ണുകൾ കൊണ്ട് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇനി കാണുകയാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഒരു വലിയ കണ്ടെയ്നർ ഷിപ്പിന്റെ പുറകെ കണ്ടോ? ഈ കണ്ടെയ്നർ ഷിപ്പിനെ ഈ ടഗ് ബോട്ടുകൾ എല്ലാവരും കൂടെ സീ പോർട്ടിലേക്ക് അടുപ്പിക്കുന്ന വിഷ്വലാണ് കാണുന്നത്. എന്നോട് നമ്മുടെ ഈ നെഫ്രിറ്റിയുടെ ക്യാപ്റ്റൻ പറഞ്ഞു ഇത് വളരെ റെയർ ആയിട്ട് കാണാൻ കിട്ടുന്ന ഒരു കാഴ്ചയാണെന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നേക്കാന്ന് വിചാരിച്ചു. കണ്ടോളൂ. ഈ കാണുന്ന എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ കൊച്ചിയിൽ വന്നിട്ടുള്ള എല്ലാ ആൾക്കാരും ഒരിക്കലെങ്കിലും പോയിട്ടുള്ള നമ്മുടെ ഫോർട്ട് കൊച്ചി ഏരിയയുടെ ആ വോക്ക് വേ ആണ് ഈ കാണുന്നത്. ഞാനൊക്കെ ഒരുപാട് തവണ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി നിന്നിട്ടുണ്ട്. ഈ കടലിൽ പോകുന്ന ഷിപ്പുകളും കടലിൽ പോകുന്ന കൊച്ചു കൊച്ചു വള്ളങ്ങളും ഒക്കെ നോക്കി. ഇന്ന് ഞാൻ വളരെ എന്താ പറയുക വിപരീതമായി കടലിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഏകദേശം നമ്മൾ ഉൾക്കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഫോർട്ട് കൊച്ചിയുടെ വോക്ക് വേ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നെഫ്രിറ്റിറ്റിയെ കുറിച്ച് കൂടുതൽ വിശദമായിട്ടും വളരെ ആധികാരികമായി സംസാരിക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും KSINC മാനേജിംഗ് ഡയറക്ടർ ഗിരിജ IAS തന്നെയായിരിക്കും. അപ്പോൾ മാഡം വെൽക്കം. നമ്മളിപ്പോ ഇന്ന് കാണാൻ സാധിച്ചത് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരുണ്ട് ഇതിനകത്ത്. ഇവരൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നുള്ളതായിരുന്നു എന്റെ വലിയ സംശയങ്ങളിലൊന്നും. അതൊന്ന് KSRTC ആയിട്ടുള്ള ഒരു യോജിച്ച് ഇങ്ങനെ നടത്താൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പം KSRTC തന്നെ ഇതിനെ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് അവർ ബസ്സിൽ ആൾക്കാരെ കൊണ്ടുവരുന്നു. ഇതിൽ 5 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ ക്രൂയിസ് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ബസ്സിൽ കൊണ്ടുപോയി അവരവരുടെ സ്ഥലങ്ങളിൽ എത്തിച്ചേർക്കുന്നു. അപ്പോൾ വരുന്നവരെ സംബന്ധിച്ചിട്ടായാലും അവർക്ക് വളരെ സേഫാണ്. KSRTC ബസ്സിൽ വരാം, തിരിച്ചും അവരുടെ വീട്ടിൽ എവിടെയാണോ സ്ഥലം അവിടെ കൊണ്ടാക്കും. നെഫ്രിറ്റിറ്റിയുടെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്താന്ന് ചോദിച്ചാൽ മാഡം എന്താ പറയും? ഒന്ന്, കടലിൽ 12 നോട്ടിക്കൽ മൈൽ വരെ പോകാം എന്നുള്ളതാണ്. അത് വേറെ ഒരു വെസലിനും ഇവിടെ ഇല്ല. ഞങ്ങളുടെ ഇതിന് മാത്രമേ ഉള്ളത്. ഇത് ഷിപ്പ് ആയതുകൊണ്ട് മാത്രമാണ് 12 നോട്ടിക്കൽ മൈൽ പോകാം. പിന്നെ വളരെ സേഫ് ആയിട്ട് പോകാം എന്നുള്ളത് തന്നെ, നമുക്ക് ഇത്രയും വലിയൊരു വെസലാണ്, വളരെ സേഫ് ആയിട്ട് പോകാം എന്നുള്ളതും ഒരു ഹൈലൈറ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോട് എന്താണ് മാഡത്തിന് പറയാനുള്ളത്? നെഫ്രിറ്റിറ്റിയിൽ വരണമല്ലോ, ഇനി പൈസ കൂടുതലാവോ, എറണാകുളം വരെ വരണമല്ലോ, ഇങ്ങനെയൊക്കെയുള്ള പല പല ചിന്തകൾ ആൾക്കാരുടെ മനസ്സിൽ കൂടെ പോകുന്നുണ്ടാവും. അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ജീവിതം ഒന്നേ ഉള്ളൂ, അതാണ്. അതുകൊണ്ട് ഒന്ന് അനുഭവിക്കുക. കാരണം കേരളത്തില് ഇതുപോലെ ഒരു ഷിപ്പ് വേറെ ഇല്ല. അപ്പൊ അതുകൊണ്ട് കേരളത്തിലുള്ളവരും കേരളത്തിന് സമീപത്തുള്ളവരും കൂടി എത്തിച്ചേരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം സൗത്ത് ഇന്ത്യയിൽ പിന്നെ നമുക്ക് ഗോവയിലാണ് ഉള്ളത് ഇതുപോലത്തെ ഒരു ക്രൂയിസ് ഉള്ളത്. അപ്പൊ ഇവിടെ ഇത്രയും സേഫ് ആയിട്ട് ഒരു ക്രൂയിസ് ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ഇത് അനുഭവിക്കണം. അതിനകത്തൊരു കാഴ്ച പോയാലും നമ്മള് ജീവിതം ഒന്നേ ഉള്ളൂ, ആ ജീവിക്കുമ്പോൾ രസമായിട്ട് ജീവിക്കണ്ടേ. എങ്ങനെയാ മാഡം അപ്പൊ ഇത് ആക്ച്വലി ഇതിലേക്ക് നമുക്ക് ബുക്ക് ചെയ്ത് ഇതിലേക്ക് വരാനായിട്ട് എന്തൊക്കെ പ്രൊസീജിയേഴ്സാ ഉള്ളത്? ബുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഈ 6 വെസൽ ഞാനിപ്പോ നേരത്തെ പറഞ്ഞതും നെഫർട്ടിറ്റി ഉൾപ്പെടെ നമുക്ക് mycruise.kerala.gov.in എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ബുക്കിംഗ് പോർട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. ഇത് കൂടാതെ അതിൽ നമുക്ക് നമ്മുടെ എല്ലാ അഡ്വർടൈസ്മെന്റിലും ബ്രോഷറിലും ഒക്കെ ഫോൺ നമ്പേഴ്സ് ഉണ്ട്. അതിൽ വിളിച്ചിട്ടും ബുക്ക് ചെയ്യാം. എന്തായാലും ഓൺലൈൻ ആയിട്ടുള്ള ബുക്കിംഗ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ജീവിതം ഒന്നേ ഉള്ളൂ മാഡം പറഞ്ഞതുപോലെ എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യുക. ഈ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച് മാം. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മൾ ഏകദേശം ഉൾക്കടലിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതെന്നറിയോ? ഇത്രയും നേരം നമ്മൾ ഈ ഒരു ഷിപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വളരെ എന്താ പറയുക ഒരു കാം ആൻഡ് കമ്പോസ്റ്റ് ഫീലിംഗ് ആയിരുന്നു. നമ്മളിത് യാത്ര ചെയ്യുന്നുണ്ടോ എന്ന് പോലെ നമുക്ക് സംശയം തോന്നുന്ന രീതിയിലായിരുന്നു. ഇപ്പോൾ കുറച്ച് സമയമായിട്ട് ഒരു ടർബുലൻസ് എന്ന് പറയില്ലേ, നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ
എന്ന് പറഞ്ഞ പോലെ ഇതിന് ഷിപ്പിൽ പറയുന്ന വാക്കാണ് പിച്ചിങ് ആൻഡ് റോളിങ്. പിച്ചിങ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു തോതലും, അതുപോലെ റോളിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള ഒരു ഇളക്കമില്ലേ, ആ ഒരു ഇളക്കമൊക്കെ ഇപ്പം നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും അതും നമ്മൾ അറിയേണ്ട കാര്യം തന്നെയാണല്ലോ. എപ്പോഴും ഇങ്ങനെ ഒരുപോലെ പോയി കഴിഞ്ഞാൽ എന്താ രസമുള്ളത്. അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ക്രൂയിസ് ഷിപ്പിന്റെ ഓപ്പൺ ഡെക്കിലാണ്, അതായത് ഏറ്റവും മുകളിലത്തെ ഏരിയയിലാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ നിന്ന് ചായയൊക്കെ കുടിച്ച് ഒരു റിലാക്സ്ഡ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനിയും സീ കാണണം, അല്ലെങ്കിൽ ചുറ്റുമുള്ള വിഷ്വൽസ് കാണണം, അങ്ങനെയൊക്കെ ഉള്ളവർക്ക്. ഇനി അതല്ല, പുറകോട്ട് നോക്കിയേ, ഫുള്ളൊരു DJ നൈറ്റിനുള്ള എല്ലാ കാര്യങ്ങളും അവരോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞാൽ ഇവിടെ പാട്ടും ആഘോഷവും വീണ്ടും അടുത്ത റൗണ്ട് തുടങ്ങുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഏരിയയാണ് ഒരു ഷിപ്പിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ, വീൽ ഹൗസ് അല്ലെങ്കിൽ ബ്രിഡ്ജ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും, ഇത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. നമ്മുടെ ഈ ഷിപ്പിനെ നിയന്ത്രിക്കുന്ന ക്യാപ്റ്റനാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്, കാര്യങ്ങളെന്നൊക്കെ നമുക്കൊന്ന് ക്യാപ്റ്റനോട് ചോദിക്കാം. പേര് ശ്രീകുമാർ. എത്ര കാലമായി സാർ ഇവിടെ വർക്ക് ചെയ്യുന്നത്? ഞാന് ഓഫ് ആൻഡ് ഓൺ വന്നുകൊണ്ടിരിക്കുന്നു. ആണല്ലേ? എന്നാലും സോഫാർ ഈ ഒരു ഫീൽഡിലേക്ക് കൊച്ചിയിലായിട്ട് തന്നെ ഒരു 10-25 വർഷം ആണ് അല്ലേ? ഇപ്പൊ നമ്മള് ഏകദേശം ഡീപ് സീൽ എത്രത്തോളം ഉള്ളിലേക്ക് വന്നു? ഫെയർവേ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ സ്റ്റാർട്ടിങ് ഓഫ് ദ ബോയ്. അതാണ് ആ മുന്നിൽ കാണുന്ന ഒരു ചെറിയ ഒറ്റ സിംഗിൾ ബോയ് ആയിട്ട് കാണുന്നതാണ് ഫെയർവേ. ഫെയർവേ അവിടാണ് നോർമലി ഷിപ്സ് എല്ലാം വന്നിട്ട് അവിടെ നിന്നാണ് പൈലറ്റ് ഷിപ്പിനെ ചാനൽ വഴി നമ്മുടെ കൊച്ചിൻ ഹാർബറിലോട്ട് കൊണ്ടുപോകുന്നത്. ഓൾ ദ പൈലറ്റ്സ് വിൽ കം ടു ഫെയർവേ ആൻഡ് വെയിറ്റ് ഫോർ ദ ഷിപ്പ് ടു കം. നമ്മളിപ്പോ ഏകദേശം ഡീപ് സീ എത്ര കിലോമീറ്റേഴ്സ് ഉള്ളിലേക്കാണ്? 12 മൈൽസ് ഉള്ളിലേക്കാണ്. നമ്മൾ 25 മൈൽസ് വരെ പോവോ? ഇല്ല, 12 മൈൽസ്. ആ ഫെയർവേ ഇരിക്കുന്ന ഒരു 12 മൈൽസ് പ്ലസിലാണ്. നമ്മൾ അവിടെ വരെ പോകും. ആണ് അല്ലേ? ഇവിടെ എന്താ കൺട്രോളിംഗ് ആക്ച്വലി നടക്കുന്നത്? കംപ്ലീറ്റ് സിസ്റ്റം ഈസ് കൺട്രോൾ ഫ്രം ഹിയർ ഇൻക്ലൂഡിംഗ് ദ എൻജിൻസ്. ഓക്കേ. എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ they will bring to our control. And from that time onwards everything is controlled by. ഇപ്പൊ ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഇപ്പൊ നമുക്ക് ഇപ്പൊ കുറച്ചൊരു മൺസൂൺ ടൈമാണ് ആയി തുടങ്ങി. അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ടർബുലൻസ് ഒക്കെ ഉള്ള ഒരു അവസ്ഥയല്ലേ? നമ്മളിത് എങ്ങനെയാ ഇതിനെ മാനേജ് ചെയ്യുന്നത്? ഇതിനെ മാനേജ് ചെയ്യാന്ന് പറയുന്നത്, ഇത് നമ്മൾ ഈ സൈക്ലോൺ വാർണിംഗ്സ് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ നോക്കും, അല്ലെ റെയിൻ വാർണിംഗ്സ് ഉണ്ടെങ്കിൽ നോക്കും. അതിനനുസരിച്ച് നമ്മുടെ കോഴ്സ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഫ്ലൈറ്റിന്റെ പൈലറ്റ്സിനെ കുറിച്ച് പറയില്ലേ? ജസ്റ്റ് ഇത് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലൈറ്റിന്റെ പൈലറ്റ് ഈസ് ഓൾ ദ ടൈം ഈസ് ദേർ ഓൺ ദ എയർക്രാഫ്റ്റ്. ബട്ട് ഹിയർ ഇൻ ഷിപ്പിലാണ്, പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം പൈലറ്റ്സ് പോർട്ടിന്റെ ഫെയർവേ വരെ മാത്രമേ വരൂ. ഓരോ പോർട്ടിനും അതിന്റേതായ പൈലറ്റ്സ്. ഇദ്ദേഹത്തിന്റെ ജോലി എന്താ ഇവിടെ? ഇദ്ദേഹമാണ് സ്റ്റെയർ ചെയ്യുന്നത്. പണ്ട് വീല് ചെയ്തുകൊണ്ടിരുന്ന അതേ കാര്യമാണ് അദ്ദേഹം ചെയ്യുന്നത്. ഓ, അത് ശരി. ഇപ്പൊ ജോയിസ്റ്റിക് ആണ് വീലിന് പകരം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെ അതെ. ഓക്കേ. ദിസ് ഈസ് ദ എൻജിൻ കൺട്രോൾ. ദാറ്റ് ഈസ് ദ ഷിപ്സ് പൊസിഷൻ. നമ്മൾ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ങിറ്റ്യൂഡിലുള്ള ഷിപ്പിന്റെ പൊസിഷൻ ആണ് കാണുന്നത്. This is the wind direction. Now the wind is almost 7 knots from ahead. നമുക്ക് മുന്നേ നോക്കുമ്പോൾ കാണാം ഇങ്ങനെ അവിടെ നിന്നല്ല കാറ്റ് വരുന്നത്. അപ്പൊ അത് ഇവിടുന്ന് കാണാം. അത് നമ്മുടെ ഡെപ്ത് റെക്കോർഡറാണ്. ഇപ്പം നമ്മളൊരു 15 meters ഡെപ്തിൽ കൂടാണ് പോകുന്നത്. 15 meters ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഡെപ്ത് എന്ന് പറഞ്ഞാൽ ആഴം. നമ്മൾ ഇവിടെ ഇതിന് 15 meters ഡെപ്ത് ഉണ്ട്. ഇവിടെ അടിയില് 15 meter ഡെപ്ത്. ഓക്കേ ഓക്കേ. അതാണ് റഡാർ എന്ന് പറയുന്ന സാധനം, which we use for navigation purpose. ഓക്കേ ഓക്കേ. ആക്ച്വലി ഒരു 6 മണി കഴിഞ്ഞു സമയം. ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു സൂര്യനൊക്കെ അസ്തമിച്ചൊക്കെ തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ ഷിപ്പിന്റെ ഏറ്റവും മുകളിലുള്ള ഭാഗത്താണ്. മങ്കി ഡെക്ക് എന്നാണ് പറയുക. നമ്മൾ സാധാരണ ഷിപ്പിൽ നോക്കുമ്പോൾ ഓരോ സൈഡിൽ നിന്ന് പോയി നോക്കുമ്പോൾ ആ ഒരു സൈഡ് മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ കയറി നിൽക്കുമ്പോൾ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ 360 ഡിഗ്രി കടലാണ്, 360 ഡിഗ്രി വ്യൂ ആണ്. എവിടേക്ക് തിരിഞ്ഞാലും വെള്ളം മാത്രം, അങ്ങനെയുള്ള ഒരു വ്യൂ ഉള്ള ഒരു ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് നോർമൽ പാസഞ്ചേഴ്സിന് അലൗഡ് ആയിട്ടുള്ള ഏരിയ അല്ല. നമ്മൾ അതുപോലെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം കയറിയതാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്
ഒരു 6:30യോട് അടുപ്പിച്ച്, അതായത് സൂര്യൻ അസ്തമിക്കുന്നു എന്നുള്ള സമയത്ത് ഫ്ലാഗ് താഴ്ത്തുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യാനുള്ള ഭാഗ്യം ഇത്തവണ ഈ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമുക്കൊന്ന് തീർത്തേക്കാം അല്ലേ. ഒരു യാത്ര എന്ന് പറയുമ്പോൾ അതിൽ പങ്കെടുത്ത ആൾക്കാരുടെ അനുഭവങ്ങൾ കൂടെ കേൾക്കുമ്പോഴാണല്ലോ പൂർണ്ണമാവുക. അങ്ങനെ ഒരാളെ നമുക്ക് കൂടെ കിട്ടിയിട്ടുണ്ട്. പറയൂ, എന്തൊക്കെയായിരുന്നു? പേരെന്താ? എന്റെ പേര് അമ്മു, ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. ഇതെന്റെ സെക്കൻഡ് ടൈമാണ് നെഫ്രറ്റിറ്റിയില്. ആദ്യം എന്റെ ഫ്രണ്ട്സ് ആയിട്ടാണ് വന്നത്, ഇപ്പൊ എന്റെ കുറച്ച് ഫാമിലി ആയിട്ട് ഞങ്ങൾ ഇന്ന് വന്നത്. എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നെഫ്രറ്റിറ്റിയിൽ ഒരു ദിവസം നമ്മൾ ഷെയർ ചെയ്യാന്നുള്ളത്. ഇവിടുത്തെ ഫുഡാണെങ്കിലും ഇവിടുത്തെ സർവീസ് എല്ലാം നല്ല അടിപൊളിയാണ്. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെ വന്നവരെല്ലാം കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ്. ഞങ്ങളൊരു ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഒരു ഹാഫ് ഡേ ഒക്കെ നമുക്ക് നമ്മുടെ ഫാമിലിയുടെ കൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നമുക്ക് പേഴ്സണലായിട്ട് ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെഫർട്ടിറ്റി ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻസ് ആണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ലക്ഷറി ഓപ്ഷൻ അല്ല നിങ്ങൾ നോക്കുന്നത്, നിങ്ങൾക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിലും KSINCയിൽ സാഗറാണി അടക്കമുള്ള ഷിപ്പുകൾ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും അത് ചെക്ക് ചെയ്യുക. mycruise.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനേതായാലും ഭക്ഷണത്തിലേക്കൊന്ന് ഫോക്കസ് ചെയ്യട്ടെ, അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം. എൻഡിലേക്ക് വരുമ്പോൾ നമ്മൾ ത്രൂ ഔട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കപ്പിളിനെയാണ് കണ്ടുകിട്ടിയത്. ഇത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ആ പാട്ടൊക്കെ പാടുമ്പോൾ അവിടെ പോയിരുന്ന് ഭയങ്കര കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടമായോ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? ഏറ്റവും ഇഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നായിട്ട് ഇഷ്ടം തന്നെയാണ്. ഒന്നാമത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ നല്ല വെൽക്കം ഡ്രിങ്ക് കൂടി തന്നു. നമ്മള് അടിപൊളിയായിട്ട് കൂളായിട്ട് കയറി. പിന്നെ അതൊന്നും പോരാത്തതിന് കയറി ഉടനെ തന്നെ നല്ലൊരു ഗാനമേള ഉണ്ടായിരുന്നു. നല്ല അത്യാവശ്യം നല്ല സിംഗേഴ്സ് ആയിരുന്നു. പിന്നെ പോരാത്തതിന് ഗ്യാപ്പിൽ ഓരോ പ്രോഗ്രാമുകളായിരുന്നു. അത്യാവശ്യം നല്ല ഹെവി ലെവലില് ഫുഡ് ഉണ്ടായിരുന്നു. പിന്നെ വേറെ തരത്തിൽ അടിച്ചു പൊളിക്കണം എന്നുണ്ടെങ്കിൽ ഡ്രിങ്ക്സ് ഉണ്ട്. ഇവിടെ ഒരാൾക്ക് അതായിരുന്നു കൂടുതൽ താല്പര്യം. ഞാൻ കുടിച്ചിട്ടില്ല, ഞാൻ വാങ്ങിയിട്ടുള്ളൂ. സൂപ്പറായിരുന്നു. ഡാൻസ്, കപ്പിൾസ് ഡാൻസ് സൂപ്പറായിരുന്നു. പിന്നെ താഴെ പാടിയ സോളോ സിംഗ് അത് സൂപ്പറായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഉൾക്കടലിൽ പോയ എക്സ്പീരിയൻസ് ഉണ്ടോ? ഉൾക്കടലിൽ പോയിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ പോയിട്ടില്ല. ഞാൻ ജോലി ഭാഗമായിട്ട് ശ്രീലങ്ക പോയിട്ടുണ്ട്. ആണ്. അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു? ഈ എക്സ്പീരിയൻസ് വളരെ വലുതായിരുന്നു, വളരെ സന്തോഷപ്രദമായിരുന്നു. ആണ്, അടിപൊളിയായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ഉൾക്കടലിൽ പോയ എക്സ്പീരിയൻസ് ഉണ്ടോ മുൻപ്? സാഗറാണിയെ കുറച്ച് പോയതുള്ളൂ. ആണ് അല്ലെ? അത് നല്ലതായിരുന്നു. ചിലര് പറയില്ലേ അങ്ങനെ ഒരുപാട് ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര തലവേദന വരും, ഛർദ്ദിക്കാൻ തോന്നും, അങ്ങനെ ചെറിയതായിട്ട് തലവേദന വന്നിരുന്നു ആദ്യം, പിന്നെ മാറി. അത് കഴിഞ്ഞ് ഇവരുടെ പാട്ടും ഡാൻസിലും ഒക്കെ നമ്മൾ അങ്ങ് മറന്നു അല്ലേ? ഇവിടത്തെ വിശേഷം ചോദിക്കട്ടെ, ഇവിടെ എന്തായിരുന്നു അവസ്ഥ? നല്ല വിശേഷം തന്നെ. ആദ്യമായിട്ടാണ് അല്ലേ? എന്തെങ്കിലും പേടിയൊക്കെ ഉണ്ടായിരുന്നു? ഇത്ര ഉൾക്കടലിലേക്ക്? ഇല്ല, പേടിയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ അടിച്ചു വിളിച്ചു. ആണ് അല്ലേ? ഇനി ചേച്ചിയുടെ വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചോണ്ട് വരുമോ? വരും. എല്ലാരെയും കൊണ്ടുവരും. മക്കളെയൊക്കെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു. ആണോ? അവരിവിടെ ഇല്ല, ജർമ്മനിൽ 2 പേര്. പിന്നെ ബാക്കിയുള്ളവരെ ഇവിടെ ഉണ്ട്, അവരെയും കാണിച്ചു. ആണ്. അങ്കിളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഇത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. അതായത് നമുക്ക് ഇൻഡിവിജ്വലായിട്ടൊന്നും വന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു കേസ്. വരുമ്പോൾ നമ്മളൊരു ട്രൂപ്സ് ആയിട്ട് വരണം, എനിക്ക് മാത്രമുള്ള എൻജോയ്മെന്റ് ചെയ്യാനൊക്കെ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സാറ്റിസ്ഫൈഡ്. ഈ 2 പേരോട് ഞാൻ പ്രത്യേകം ചോദിക്കട്ടെ, ആ ബാർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ബാർ എക്സ്പീരിയൻസ് റേറ്റ് അല്പം കൂടുതലായിരുന്നു.
അത് നമുക്ക് കെ സയൻസിയോട് പറഞ്ഞേക്കാം കേട്ടോ. അറിയാവോ ഇവർക്ക് ഇതുള്ള പോട്ടയുള്ളത് കൊണ്ടാ അങ്ങനെ തോന്നുന്നത്. അതാണ് എനിക്കെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാം. കോട്ട ഇച്ചിരി കുറച്ച് കിട്ടുന്നത് കൊണ്ട് ഇത് ഇച്ചിരി കൂടുതലായിട്ട് തോന്നിയതാ. എങ്കിൽ ഇവിടെയും കോട്ടയുണ്ടോ? ഇവര് പുറത്തു പോയി കുടിക്കാറില്ലല്ലോ, അതുകൊണ്ട് ആദ്യമായിട്ടാ പുറത്തുനിന്ന് കുടിച്ചത്, അതുകൊണ്ടാ. ഇത് ഞങ്ങളൊരു ട്രൂപ്സ് ആണ്, എക്സ് സർവീസ്മാൻ ലീഗിന്റെ ഒരു ട്രൂപ്സ് ആണ്. മൊത്തം ഞങ്ങൾ കംപ്ലീറ്റ് എക്സ് ആണ്, ആർമിയാണ്. അപ്പം നമുക്ക് ഇതിപ്പോ ഈ സാർ പറഞ്ഞ പോലെ റേറ്റ് കുറച്ച് എമൗണ്ട് ഇവരൊക്കെ കുറച്ച് പിശുക്കന്മാരാ കേട്ടോ. കുറച്ച് കമ്മിയായിട്ട് കിട്ടുന്നത് കൊണ്ട് ഇതിപ്പോ റേറ്റ് കൂടുതലായിട്ട് തോന്നുന്നു. വല്ലപ്പോഴും ഒക്കെ വേറെ കാര്യം, കടലിൽ കൊണ്ട് തരുമ്പോഴത്തേക്കിന് റേറ്റ് കൂട്ടുന്നതിന് കുഴപ്പമില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇതേ ലൊക്കേഷനിൽ ഇങ്ങനെ ഒരു വൈൻപാര ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കോസ്റ്റ് ഉണ്ടാവും. അത് നമ്മൾ അഗ്രി ചെയ്യുന്നു. അപ്പൊ മൊത്തത്തിൽ വളരെ ഹാപ്പി അല്ലേ എല്ലാവരും? ഡബിൾ സ്ട്രോങ്. അതെ. അപ്പൊ ഇനി വീണ്ടും വരുമോ? വീണ്ടും കൂടുതൽ ആൾക്കാരെ വിളിച്ചോണ്ട് വരുമോ? ഞങ്ങൾ വരും, വീണേം കാണാൻ പറ്റിയ സന്തോഷം. അങ്ങനെ നമ്മൾ 4 മണിക്ക് തുടങ്ങിയ 5 മണിക്കൂർ യാത്ര രാത്രി 9 മണിക്ക് തിരിച്ച് ബോൾഗാട്ടിയിലെത്തി വൈൻഡപ്പ് ചെയ്യാണ്. ഒരുപാട് നല്ല ഓർമ്മകളായിട്ടാണ് ഞാൻ മടങ്ങുന്നത്. ഇന്നത്തെ ദിവസം ഈ ട്രിപ്പിൽ ഉണ്ടായിരുന്ന എല്ലാവരും മടങ്ങുന്നത്. നല്ലൊരു യാത്ര, വളരെ സീനിക് ആയിട്ടുള്ള, വളരെ യുണീക്ക് ആയിട്ടുള്ള കടൽ കാണാൻ പറ്റുന്ന ഒരു യാത്ര, അതുപോലെ തന്നെ വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം, ഒരുപാട് എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ്. ഈ 5 മണിക്കൂർ ഇതിനകത്ത് 1 മിനിറ്റ് പോലും ആരെയും ബോറടിപ്പിക്കാത്ത രീതിയിലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ, അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളുമായിട്ടാണ് നമ്മൾ ഇന്ന് തിരിച്ചു പോകുന്നത്. അപ്പോൾ എല്ലാവരോടും ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയോടൊത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊത്ത് ഒരു ഹാഫ് ഡേ ചെലവഴിക്കണം എന്നുണ്ടെങ്കിൽ നെഫ്രിറ്റിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല ഓപ്ഷനുകളിലൊന്നാണ്. അപ്പോൾ വീണ്ടും പറയുകയാണ്, ഈ ഒരു യാത്ര ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ mycruise.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഇതിനുള്ള എല്ലാ ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വിശേഷവുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. ബൈ.